അതെ, ഓർമ്മയുണ്ടല്ലോ, 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നത്. ഞാൻ എന്റെ മെഷീനടക്കം വിറ്റു. ആ കൂടെ എന്റെ വരുമാനം പറയുന്നത് അത് മാത്രമാ. എന്തോ ഭാസ്കരായിട്ട് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഈ മാസം വാടക വേണ്ടെന്നാ പറഞ്ഞത്. മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹം പോലും ഏട്ടൻ ഈ കുടുംബത്തിനോട് ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാ. എന്റെ സന്ധ്യ ഞാന് വേണം വെച്ച് കുടിക്കല്ല. നിനക്കും കുഞ്ഞിനൊക്കെ വേണ്ടി എന്റെ കൂടെ നിർത്തുന്നു കുറെ കാലമായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ പണി കഴിഞ്ഞ് വരുമ്പോ ഓരോരുത്തരന്മാര് വിളിച്ചിട്ട് കുടിക്കാന്നൊക്കെ പറയുമ്പോ എന്റെ പിടിച്ചാ കിട്ടുന്നില്ല. കൈ ഇങ്ങനെ വിറക്കി എനിക്ക്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ തോന്നലേട്ടാ. നമ്മൾ വിചാരിച്ച മാറ്റാൻ പറ്റാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടാ? ഈ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നപ്പോ തീരെ കുടിച്ചിട്ടില്ലല്ലോ. ഇനിയും കുടിച്ച എന്താവെന്ന് ആ ഡോക്ടർ പറഞ്ഞതല്ലേ, അതെങ്കിലും ഒന്നും ആലോചിക്കേ. ഇത്രയും കാര്യമായിട്ട് ജീവിതത്തിൽ സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ കാര്യം വിട്, ആ കുഞ്ഞിന്റെ മുഖമെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ചൂടെ? ആകെ 4 വയസ്സേ ആയിട്ടുള്ളൂ. വേറെ കുട്ടികളൊക്കെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ നടക്കുമ്പോ എന്റെ മുമ്പ് ദിവസം ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ലടോ, ഇനി മുതൽ ഞാൻ എന്തായാലും കുടിക്കില്ല. ഞാനൊന്ന് വിശ്വസിക്കേ. നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല ഏട്ടാ. കുടിക്കാതിരുന്ന എൻ്റെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്തൊക്കെ നല്ല സ്നേഹമായിരിക്കും. പണിക്ക് പോയിട്ട് പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ ഫുള്ളും കുടിച്ചിട്ടല്ലേ നിങ്ങൾ എന്ത് കോലത്തില് കയറി വരുന്നത്? എന്തിനായിട്ട് എങ്ങനെ മറ്റുള്ളതിന്റെ മുന്നിൽ കോമാളിയാകാൻ വേണ്ടി റോഡ് സൈഡ് കിടന്ന് വീട്ടിൽ ഛർദിച്ചിട്ടൊക്കെ? ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ കുഞ്ഞു വളരുന്നത്? കുടിക്കില്ല എന്നൊക്കെ പറയും, പക്ഷെ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടായിട്ടുണ്ടോ? അമ്മ, കുഞ്ഞിക്ക് വിശക്കുന്നു. എന്താണ് ഞാൻ ഇപ്പൊ തരാ മോനെ?